Hari Om. Today, 1st July, National Doctors' Day. With the onset of the global pandemic COVID-19, we face the most pressing challenge. The dedicated service and the unparalleled support that the doctors render to society is remarkable. Today, we have two eminent doctors, Dr. Taha A. Majid, Dr. Lebas Al-Shifa Hospital, Kannanallur, and Dr. Satyajit, General Medicine, Aster Hospital, Dubai. Let's listen to them about COVID care and the steps for rapid recovery. ഞാൻ ഡോക്ടർ താഹായ് മജീദ്. ചിന്മയ വിദ്യാലയ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആദ്യം തന്നെ എൻ്റെ ഡോക്ടേഴ്സ് ഡേ ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ. മുൻ ഇന്ത്യൻ ഫ്രീഡം ഫൈറ്ററും വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്ററുമായിരുന്ന ഡോക്ടർ ബി സി റോയുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായും COVID-19 എന്ന പാൻഡമിക് ഡിസീസ് എങ്ങനെ നേരിടും എന്നതാണ് ഞങ്ങളുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഏകദേശം 50 ലക്ഷത്തോളം മനുഷ്യജീവിതം അപഹരിച്ചുകൊണ്ട് COVID-19 എന്ന മഹാവ്യാധി കഴിഞ്ഞ 1.5 വർഷമായി താണ്ഡവമാടുകയാണ്. 750ഓളം ഡോക്ടേഴ്സാണ് ഇന്ത്യയിൽ മാത്രം കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. കോവിഡ് പിടിമുറുക്കും എന്ന ആശങ്ക ഉണ്ടായിട്ടും സഹജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയ എല്ലാ ഡോക്ടേഴ്സിനും എന്റെ ബിഗ് സല്യൂട്ട്. അവർക്കായി ഞാൻ ഈ ഡോക്ടേഴ്സ് ഡേ സമർപ്പിക്കുന്നു. നമുക്കറിയാം, വ്യാപനശേഷി കൊണ്ടും രോഗതീവ്രത കൊണ്ടും അത്യന്തം അപകടകാരിയാണ് COVID-19 എന്ന ഈ RNA വൈറസ്. കൊറോണ വൈറസ് നമ്മുടെ ശ്വാസനാളിയിലൂടെ ഉള്ളിൽ പ്രവേശിക്കുകയും അതിലെ സ്പൈക്ക് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ AC2 റിസപ്റ്റേഴ്സുമായി ബൈൻഡ് ചെയ്യുകയും നമ്മുടെ ശ്വാസകോശത്തിലും മറ്റ് ഇന്റേണൽ ഓർഗൻസിലും ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഒരു മഹാമാരിയെ ചെറുക്കാൻ ഇതുവരെ ഒരു സ്പെസിഫിക് ആയുള്ള ഒരു മെഡിസിൻസും കണ്ടുപിടിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ അസുഖത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യപ്രവർത്തകരും ഗവൺമെന്റും നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പോംവഴി. ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആരോഗ്യമുള്ള ജനതയാണ് ആവശ്യം. ശരിയായ ആരോഗ്യം എന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ നല്ല ഒരു അവസ്ഥ എന്നതാണ്. ശാരീരികമായ നല്ലൊരവസ്ഥ എന്നത് ശരിയായ വ്യായാമം, പോഷകസമൃദ്ധമായ ആഹാരം, നല്ല ഉറക്കം എന്നിവയാണ്. മാനസികാരോഗ്യം എന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഘർഷങ്ങളെയും അതിജീവിക്കുവാനുള്ള കഴിവാണ്. ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും പോലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സോഷ്യൽ ഹെൽത്ത്. പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ പോലുള്ള ഈ കാലഘട്ടത്തിൽ സോഷ്യൽ ഗ്യാതറിങ്ങും അതുപോലെ തന്നെ നമുക്ക് ഒത്തുകൂടലും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഫോൺ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും ഒക്കെ നമ്മുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു പോവുക. അതുവഴി നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ ചില ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമുക്കൊരു നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടുകയും ചെയ്യുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് വരാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും കോവിഡിന്റെ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും ഒക്കെ കഴിഞ്ഞ് ഇനിയൊരു തേർഡ് വേവിലേക്ക് കടക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളിൽ നേരിട്ട് എത്തുവാനും നമ്മുടെ എല്ലാവരുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും ഒക്കെ സംവദിക്കുവാനും ഒക്കെ സർവശക്തൻ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Good evening, everyone. My name is Dr. Satyajit and I'm working at Aster Hospital in Dubai. I'm working in a COVID care facility as a critical care resident. Today I'm going to speak to you about, as we all know, COVID, which has engulfed the entire global region. And as we all know, how to prevent COVID has to wear masks, sanitary masks. Whenever you go to public places, use hand sanitizers. But the thing I'm going to discuss here today is, once you get COVID and you're quarantined in a hospital facility or your home, how to recognize that you're going into the next stage of COVID, that is the danger side, that is your lung involvement or any other organ involvement. How to identify that?
The first thing is from the day one of your fever or your test positive day, you'll be quarantined at home taking some antibiotics or paracetamol. And if that fever stays for more than 5 days, continuous fever, or as you all know, we have a pulse oximeter. Those who are positive will carry a pulse oximeter at home nowadays. So whenever your saturation falls below 94, 93, or once you are doing some work or going to the washroom, or you're having food and your saturation falls below 90 or 89, that can be a danger sign that the lungs are being affected by the COVID. Or continuous fever for more than 5 to 6 days. If these two signs are there, then please seek hospital attention if you are quarantined at home, because once this stage starts, then there will be a rapid deterioration of your entire body. So take care all, as we all know, we all are suffering from this. So hopefully we will get a recovery pretty soon. Okay, thank you. Now, our students of class 7 will share more details about Doctor's Day. Hello, I am Adhika Vijoy of class 7th. A gracious good morning to one and all. Wishing you all a happy Doctor's Day. I would like to ask all of you, when do we observe Doctor's Day in our country? For those who don't know this, let me tell you that July 1st is being celebrated as National Doctor's Day. This day is being observed in India to honor the notable physician Dr. Bipin Chandra Roy. Dr. Roy was honored with the country's highest civilian award, Bharat Ratna, on February 4, 1961. He was the second Chief Minister of West Bengal and politician and educationalist too. He was born in this day in 1882 and died in 1962 at the age of 80 years. Myself Kalyani Anu and I am from class 7. National Doctors Day is considered on the world over various days. Do you know that the theme for National Doctors Day in 2021 is Building the Future with Family Doctors? Ever wondered what would happen if the profession of a doctor never existed in the first place? Yes, Hippocrates, who was the first doctor of Greek physician in the world, was born around 460 in a Greek island. If we did not recognize the importance of doctors, how much they contribute to the nation among the coronavirus pandemic. It is the doctors who are constantly struggling for the lives of the people who have been infected with the deadly virus. Thank you, Kalyani. Myself, Ashna Noshad of class 7th, with the number of infected people on the rise every day and hospitals teeming with hundreds of people, it has never been more important to appreciate the effort that doctors make to ensure that we sufficiently recover from whatever may be ailing and continue to remain healthy. Doctors are truly the greatest heroes of not just the present but of all time. In this difficult situation, they are the real heroes. I take the opportunity to salute all the doctors. Once again, wishing all a happy Doctor's Day. Thank you. Hari Om. Doctors are the boon directly sent from God for us. Salute to the heroic job you do. Hats off to you. Saying that you are an extraordinary doctor. I want to say that you are an extraordinary human being. Thanks for showing your care and concern for me. Wishing all the doctors a very happy Doctor's Day. Every hero may not be a doctor, but every doctor is definitely a hero. Happy Doctor's Day.